വയനാട്ടിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. മാനന്തവാടിക്കടുത്ത് പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ഒറ്റയാൻ ഇറങ്ങിയത്. കർണാടക വനമേഖലയിൽ നിന്നെത്തിയ ആനയാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനമെന്ന് പറയുന്നത്. അനൂപ് ചേരുകയാണ്. അനൂപ്, വീണ്ടും ആശങ്ക ഉയർത്തി വയനാട്ടിൽ ആന എത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള ആനയാണെന്നാണ് ഇപ്പൊ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് പുതിയതായി ലഭിക്കുന്ന വിവരം? ആന ഇപ്പോൾ എവിടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്? വയനാട് മാനന്തവാടിയിലാണ് ഈ സാഹചര്യം. ഇന്ന് രാവിലെയാണ് പായോടും കണിയാരത്തും ഒരു കാട്ടാനയുടെ സാന്നിധ്യം നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്. ആനയ്ക്ക് റേഡിയോ കോളറുണ്ട്. ആ ആന കണിയാരത്തു നിന്നും KSRTC ഗ്യാരേജ് വഴി മാനന്തവാടി നഗരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മാനന്തവാടി നഗരത്തിൽ ജനവാസ മേഖലകളിലൂടെ സഞ്ചരിക്കുകയാണ് കാട്ടാന. അതാണ് ഒരു വനവകുപ്പിനെയും ജനങ്ങളെയും എല്ലാം വലിയൊരു ആശങ്കയിലാക്കിയിരിക്കുന്നത്. കർണാടകത്തിൽ നിന്നുള്ള ആനയാണ് ഇതെന്നാണ് ഒരു വിവരം റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർണാടക നഗർഭവ വനയോരങ്ങളിൽ ഇത്തരത്തിൽ വലിയ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആനയെ പിടികൂടി അല്പ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഉൾക്കാട്ടിൽ തുറന്നു കൊടുക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആനയാവാനുള്ള സാഹചര്യം വനവകുപ്പ് മുൻകൂട്ടി കാണുന്നുണ്ട്. ഏതായാലും അതിനോട് ചേർന്നിട്ടുള്ള വയനാട് വന്യജീവി സംഘത്തിനോടൊക്കെ ചേർന്നിട്ടുള്ള പ്രദേശത്തോടുകൂടിയാണ് ഈ ആന സഞ്ചരിച്ച് ഏതായാലും ഈ മേഖലയിലേക്ക് കണിയാർ മേഖലയിലേക്ക് എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. കാങ്കർഹോള ദേശീയോദ്യാനത്തിൽ നിന്നുള്ള ആനയാണ് ഇതെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി പറയുന്നത്. ഏതായാലും ഒരു സങ്കീർണമായ സാഹചര്യം ഇത് മാനന്തവാടി നഗരത്തിലാകെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ജനവാസ മേഖലകളിലൂടെയാണ് ആന സഞ്ചരിക്കുന്നത്. ആന തിരിച്ച് കാട് കയറുന്നതുവരെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് ഇപ്പോൾ മാനന്തവാടി മത്സ്യ അസോസിയേഷൻ വ്യാപാരികളെ അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പും പോലീസും എല്ലാം ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. വനത്തിലേക്ക് തുറക്കണമെങ്കിൽ തന്നെ അത് ഏതാണ്ട് ഒരു 6-7 കിലോമീറ്ററോളം ആനയെ ആ രീതിയിലേക്ക് വനത്തിനരികിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം മറ്റുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ RRT ടീം എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നോർത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ നോർത്ത് വയനാട് DF ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു RRT സംഘം ബത്തേരി കുത്തങ്ങയിൽ നിന്ന് ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തുരത്താനുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യം നടക്കുക. എന്നാൽ ജനവാസ മേഖലയിലൂടെ തന്നെ ആന സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആനയെ മയക്കൂടി വെച്ച് പിടികൂടുകയും മറ്റ് സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കേണ്ട അടക്കമുള്ള നടപടികളിലേക്ക് വനവകുപ്പിന് കടക്കേണ്ടി വരും. ഏതായാലും ആ സാഹചര്യങ്ങളെല്ലാം വനവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ വയനാട് ജില്ലാ ഭരണകൂടം ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു. മാനന്തവാടി ടൗണിൽ ഈ ഒരു സാഹചര്യം ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ ഡോക്ടർ ദേവരാജ് അറിയിച്ചിരിക്കുകയാണ്. മാനന്തവാടി ടൗണിലേക്ക് ആളുകൾ വരുന്നത് പരമാവധി ഒഴിവാക്കണം, ആനയെ പിന്തുടരരുത്, വീഡിയോ എടുക്കരുത്, ആനയെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു എന്നുമാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ഏറ്റവും പുതുതായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആശങ്ക ഒഴിവാക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് മയക്കുവെടി വെച്ച് വേണമെങ്കിൽ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ആന കാട്ടിലേക്ക് കയറിയില്ലെങ്കിൽ ആനയെ തിരുത്താനുള്ള ശ്രമമാണ് പ്രാഥമികമായും വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുക. അതിനുള്ള ശ്രമങ്ങളും മറ്റുമാണ് ഇപ്പോൾ RRT ടീമും വനവകുപ്പിന്റെ RRT ടീമും വനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം നടത്തുന്നത്. ഏതായാലും ഒരു ആശങ്ക ഈ പ്രദേശത്ത് ആന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുവരെ കാര്യമായ അല്ലെങ്കിൽ അക്രമ സ്വഭാവം ഒരു ആന പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ ജനവാസ മേഖലകളിലൂടെ നടന്നു പോകുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ജനങ്ങൾ പകർത്തുന്നുണ്ട്. അതെല്ലാം ഒരു അത്തരം സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ആനയെ പിന്തുടരുന്നതും ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ആ ശ്രമങ്ങൾ ഇവിടെ സജീവമായി നടക്കുകയാണ്. വനവകുപ്പിന്റെ RRT സംഘം മുത്തങ്ങിൽ നിർത്തിയിട്ടുണ്ട്. അവർ ആനയെ നിരീക്ഷിച്ചു വരികയുമാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചെല്ലാം ചില ആശങ്കകളുണ്ട്. ആന അക്രമകാരിയാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജാഗ്രത നിർദ്ദേശം എല്ലാം നൽകിക്കൊണ്ടാണ് ഈ പ്രദേശത്ത് ആനയെ പിടികൂടുന്ന നടപടികൾ ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആനയുടെ സഞ്ചാരപഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാനന്തവാടി ടൗണിലേക്കൊക്കെ അടുക്കുന്നൊരു സാഹചര്യമുണ്ട്. കാരണം മാനന്തവാടിയിൽ കോളേജ് അടക്കം. അനൂപ്, ഒന്ന് തുടരുക. ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ കൂടി ചേരുകയാണ് കേരള ന്യൂസിനൊപ്പം. മന്ത്രി, അതായത് ഇപ്പോൾ വീണ്ടും വയനാട്ടിൽ ഒരു കാട്ടാന എത്തിയിരിക്കുകയാണ്. ആശങ്ക സൃഷ്ടിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യമുണ്ടോ? ഇപ്പോൾ ഈ കർണാടകയിൽ നിന്ന് ആനയാണെന്നുള്ളൊരു നിഗമനത്തിലാണ് വനംവകുപ്പ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എന്താണ് മിനിസ്റ്റർ പറയാനുള്ളത്? എന്തായാലും മിനിസ്റ്ററിലേക്ക് നമുക്ക് തിരികെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അനൂപ് തന്നെ തുടരുന്നുണ്ട്. അനൂപ്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ആനയുടെ ഒരു സഞ്ചാരപഥം നോക്കുമ്പോൾ ആദ്യം ജനവാസ മേഖലയിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടൗണിനോട് അടുക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ജില്ലാ ഭരണകൂടമടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയൊരു സാഹചര്യമുണ്ട്. മാനന്തവാടിയിൽ കോളേജ് അടക്കം പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത്തരത്തിൽ ഏതെങ്കിലും നിയന്ത്രണം ഈ കോളേജുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലും ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നിലവിൽ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ അല്പം സങ്കീർണമായാൽ
പൂർണ്ണമായും ജനങ്ങളെ ആ പ്രദേശങ്ങളിൽ കൂടിച്ചേരുന്നതും മറ്റും ഒഴിവാക്കിക്കൊണ്ട് ഒരു നിരോധനാജ്ഞ ഉൾപ്പെടെ പുറപ്പെടുവിച്ചുകൊണ്ട് ആനയെ പിടികൂടിയ നടപടികൾ വനവകുപ്പിന് സ്വാഭാവികമായും ജില്ലാ ഭരണകൂടത്തിന് സ്വാഭാവികമായും സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ആന ജനവാസ മേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് പ്രകോപിതനായാൽ അത് മറ്റ് അപകട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതെല്ലാം വനവകുപ്പിന്റെ മുന്നിലുണ്ട്. അത് ഇനി തുരത്തുകയാണെങ്കിൽ തന്നെ മറ്റും പടക്കം പൊട്ടിച്ചും മറ്റോ അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് തുരത്തുകയാണെങ്കിൽ തന്നെ അത് ജനവാസ മേഖലകളിലൂടെ ആയിരിക്കും വനമേഖലയിലേക്ക്